Hello my dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry part 10. So in this class we are going to discuss about fuel cells. In the previous class we have already discussed about primary batteries and secondary batteries. Okay. അപ്പോൾ ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത് ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് ജനറേറ്റ് ചെയ്യുകയാണ്. ഫ്യൂവലിൻ്റെ കമ്പഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുകയാണ്, കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് സെൽസിനെയാണ് നമ്മൾ ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഓക്കെ, ദ സെൽസ് ദാറ്റ് കൺവേർട്സ് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് മീഥേൻ. ഹൈഡ്രജനെ നമുക്ക് ഉപയോഗിക്കാം, മീഥേനിനെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതിൻ്റെ കമ്പഷൻ വഴി നമ്മൾ എനർജി, ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് സെൽസ് ആണ് ഫ്യൂവൽ സെൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഓക്സിഡൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആയിരിക്കും. ദെൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിലോ ഗേഷ്യസ് സ്റ്റേറ്റിലോ ഉള്ള ഒരാളെ ആയിരിക്കും നമ്മളിവിടെ ഫ്യൂവലായിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ സെൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലും ഉണ്ട്, മെത്തനോൾ ഓക്സിജൻ ഫ്യൂവൽ സെല്ലും ഉണ്ട്. ഓക്സിഡൻ്റ് എപ്പോഴും ഓക്സിജൻ തന്നെയായിരിക്കും. ഓക്കെ, ഇവിടെ എടുക്കുന്ന ഫ്യൂവൽ ആണ് മാറുന്നത്. അത് ഹൈഡ്രജനോ മെത്തനോളോ ആകാം. നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആരെയൊക്കെ എടുക്കും? ഹൈഡ്രജനെ എടുക്കും, ഓക്സിജനെ എടുക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് 25 to 30% KOH സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ സെല്ലിൻ്റെ സെറ്റപ്പ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു ചേംബറിനെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇടയ്ക്ക് ഇത് ഡയഗ്രാമാറ്റൈസ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചേംബറിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുവാണ്. ഇവിടെ ഒരു ഇലക്ട്രോഡ് വയ്ക്കും, ഇത് ആനോഡായിരിക്കും. ഇനി ഇവിടെ എഗെയിൻ ഒരു ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും, അത് ക്യാഥോഡായിരിക്കും. ഇടയിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. ആനോഡിൻ്റെയും ക്യാഥോഡിൻ്റെ ഇടയിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യും. അതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞു KOH സൊല്യൂഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ ഈ സൈഡിൽ, ആനോഡിൻ്റെ സൈഡിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. കാഥോഡിൻ്റെ സൈഡിൽ നമ്മൾ ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, കാഥോഡിൽ റിഡക്ഷൻ നടക്കും. അതുവഴി നമുക്ക് പുറത്തേക്ക് കറണ്ട് കിട്ടും. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. അത് ഇതിലൂടെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. വാട്ടർ ബൈ പ്രോഡക്റ്റ് ആണ്, അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇതിൽ ക്ലിയർ ആണ്. ഇലക്ട്രോൺസ് ഉണ്ടാവുന്നതും ഇലക്ട്രോൺസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇതെന്താ, ഇതുവഴി ഇവിടേക്ക് എത്തുന്നു. കണ്ടോ, ഇവിടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇതുവഴി ഇവിടെ എത്തുന്നു. ഓക്സിജൻ റിഡക്ഷൻ നടക്കാൻ വേണ്ടി ഇലക്ട്രോൺസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ റിയാക്ഷൻസാണ് നടക്കുന്നതെന്ന് നോക്കാം. ആനോഡിൽ നമ്മൾ കണ്ടു ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. ഇലക്ട്രോലൈറ്റ് OH- സഹായത്തോടു കൂടി അതെന്തായിട്ട് മാറും? H2O ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. പക്ഷെ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്ത് 2H+ പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ടാണ് മാറുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് സ്പ്ലിറ്റ് ചെയ്ത് H+ അയോൺസ് ആയിട്ടാണ് മാറുന്നത്. ഒപ്പം നമുക്ക് ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ആ ഇലക്ട്രോൺസ് ആണ് കാഥോഡിലേക്ക് വരുന്നത്. ഓക്കെ, കാഥോഡിലേക്ക് വരുമ്പോൾ അത് ഓക്സിജൻ റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഓക്സിജൻ റിസീവ് ചെയ്ത് ഓക്സിജന് റിഡക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് വാട്ടറിന്റെ കൂടെ ചേർന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് OH-. ഓക്കെ, ദെൻ നെറ്റ് റിയാക്ഷൻ എഴുതി വരുമ്പോൾ 2H2 + O2 ഗിവിംഗ് 2H2. അതായത് ഇവിടെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ മാത്രമാണ്. റിയാക്ടൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനും മാത്രമാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഈ ഫ്യൂവൽ സെല്ലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഉപയോഗിക്കുന്ന റിയാക്ടൻറ്റും ഉണ്ടാവുന്ന പ്രോഡക്റ്റും എക്കോ ഫ്രണ്ട്ലി ആണ്. ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ പൊല്യൂഷൻ തരാത്ത ഒരു ടൈപ്പ് സെല്ലിന് എക്സാമ്പിളാണ് ഫ്യൂവൽ സെൽ. ഇനി ഇവിടെ ഉണ്ടാവുന്ന വാട്ടർ, ഈ വാട്ടറിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലായതുകൊണ്ട് ആ കിട്ടുന്ന വാട്ടറിനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ കറണ്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഈ ഫ്യൂവൽ സെല്ലാണെന്ന് പറയുന്നു. അതുപോലെ അവിടെ ഈ വാട്ടറിനെയാണ് അവർ യൂസ് ചെയ്തത്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലേക്ക് പോയപ്പോൾ ഈ വാട്ടറിനെയാണ് അവർ യൂസ് ചെയ്തതെന്നും പറയപ്പെടുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, റിയാക്ടന്റും പ്രോഡക്റ്റും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. ദെൻ ഇവിടെ ഈ ഒരു സെല്ലിന്റെ എഫിഷ്യൻസി 70% ആണ്.
നോർമൽ സെല്ലുകൾ 40% എഫിഷ്യൻ്റ് ആകുമ്പോൾ ഫ്യുവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി 70% ആണ്. ദെൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യുവലും ഇലക്ട്രോലൈറ്റും ഒക്കെ പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ദെൻ ഫ്യുവൽ സെല്ലിനെ പോലെ ഇത് ഇൻഎക്സോസ്റ്റിബിൾ അല്ല, ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഇൻഎക്സോസ്റ്റിബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഒരു സെല്ല് ഉപയോഗിക്കാൻ ഇത്തിരി കൂടി എളുപ്പമാണ്. ബട്ട് ഫ്യുവൽസ് ആണ്, ഫോസിൽ ഫ്യുവൽസ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സോസ്റ്റ് ചെയ്ത് പോയേക്കാം. അപ്പം അതുകൊണ്ട് ഇതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ അടുത്തത് എന്താണ്? 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ടെമ്പറേച്ചർ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ സിസ്റ്റംസിലൊക്കെ നമുക്ക് ഈ ഒരു ഫ്യുവൽ സെല്ല് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ ഫ്യുവൽ എനർജി ഈസ് എക്കണോമിക്കൽ ആൻഡ് സേഫ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഫ്യുവൽ സെൽസ് കോമ്പാക്റ്റ് ആണ്, അധികം ഒരു വലിപ്പമൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഫ്യുവൽ സെൽസ് ട്രാൻസ്പോർട്ടബിൾ ആണ്. ഓക്കെ, ഫ്യുവൽ സെൽസ് ട്രാൻസ്പോർട്ടബിൾ ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന്, ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻസ് ഒന്നും തരുന്നില്ല. ദെൻ ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് വാട്ടർ ആയതുകൊണ്ട് നമുക്കതിന് ഉപയോഗിക്കാം. ദെൻ ഇതിൻ്റെ എഫിഷ്യൻസി 70% ആണ്, ഹൈലി എഫിഷ്യൻ്റ് ആണ്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. പിന്നെ 2-3 അഡീഷണൽ പോയിന്റ്സ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ഫ്യുവൽ സെല്ലിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ഇനി ഇപ്പോഴും ഈ ഫ്യുവൽ സെല്ല് ഇൻ പ്രാക്ടീസിൽ വരാത്തതിന് കാരണം ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് നമുക്കറിയാം എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോഴും ഇത് പ്രാക്ടീസിൽ അധികം വരാത്തത്. ഓക്കെ, ആ ഒരു പോരായ്മ റെക്ടിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു റെവല്യൂഷൻ തന്നെ കാരണമായേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്, ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൊറോഷൻ ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് കൊറോഷൻ. ഓക്കെ, അപ്പോൾ കൊറോഷൻ നമ്മളിവിടെ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോഷനെ നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൊറോഷനെ കുറിച്ച് പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് കൊറോഷൻ എന്നുള്ളത്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ മെറ്റൽ ഒബ്ജക്ട്സ് ഒക്കെ എയറിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മോയിസ്ചറിന്റെയും എയറിന്റെയും പ്രസൻസിൽ മെറ്റൽ ഓക്സൈഡ്സ് ആയിട്ടോ മെറ്റലിന്റെ ഏതെങ്കിലും അതർ സോൾട്സ് ആയിട്ടോ കൺവേർട്ട് ചെയ്ത് ആ ഒരു മെറ്റൽ ഒബ്ജക്ട്സ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ മെറ്റൽ ഒബ്ജക്ട്സിന്റെ പുറത്തൊരു കോട്ടിങ് വരും അല്ലേ, കളറുള്ള കോട്ടിങ്സ് വരും, അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാർണിഷിംഗ് ഓഫ് സിൽവർ, ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ, ഇതെല്ലാം കൊറോഷൻ എക്സാമ്പിൾ ആണ്. നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കൊറോഷൻ എന്ന് പറയുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ് അല്ലേ. അപ്പൊ റസ്റ്റിംഗ് ഓഫ് അയൺ വൺ ഓഫ് ദി എക്സാമ്പിൾ മാത്രമാണ്, നമുക്കവിടെ പഠിക്കാനുള്ളതും റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അയണിന്റെ റസ്റ്റിംഗ് നടക്കുന്നതെന്ന് നോക്കാം. അതൊരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു അയൺ ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അയൺ ആർട്ടിക്കിള് ഒരു പീസ് ഓഫ് അയൺ എടുത്തു കഴിഞ്ഞ് ഇത് കുറേ നാളിങ്ങനെ എയറിൽ എക്സ്പോസ് ചെയ്തിരിക്കുമ്പോഴാണ് അത് കൊറോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്, നാച്ചുറൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. ഓക്കെ, കൊറോഷൻ എളുപ്പത്തിലാക്കുന്നത് മോയിസ്ചറിന്റെ പ്രസൻസ് ആണ് അല്ലേ. മോയിസ്ചർ കൂടുതലുള്ളിടത്ത് കൊറോഷന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ അറ്റ്മോസ്ഫിയറിലുള്ള H2O-യും CO2-വും കൊറോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. H2O-യും CO2-വും കൂടി ചേർന്ന് എന്തുണ്ടാവുന്നുണ്ട്? H2CO3 എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ആസിഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് H+ അയോൺസ് കിട്ടും. ഈ H+ അയോൺസിന് കൊറോഷനിൽ റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓർത്തു വെച്ചേക്കാം. മോയിസ്ചറും കാർബൺ ഡയോക്സൈഡും കൊറോഷന് കാരണമായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു അയൺ പീസ് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും അത് ആദ്യമായിട്ട് നടക്കാൻ പോകും, അതിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. ആ പാർട്ടിനെ നമ്മൾ ആനോഡിക് പാർട്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഇപ്പൊ ഇത് അയൺ പീസ് ആയതുകൊണ്ട് ഇതിലുള്ളത് നിറച്ച് അയൺ ആറ്റംസ് ആയിരിക്കും അല്ലെ. ഈ അയൺ ആറ്റംസ് പയ്യെ എവിടെ നിന്ന് ഓക്സിഡൈസ് ചെയ്ത് Fe2+ അയോൺസ് ആയിട്ട് മാറാൻ തുടങ്ങും. ഓക്കെ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് 2Fe എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. Fe പയ്യെ Fe2+ ആവാൻ തുടങ്ങും. ഒപ്പം 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. അങ്ങനെ 2 അയൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇലക്ട്രോൺസ് കിട്ടും അല്ലെ. ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് വേറൊരു സ്പോട്ടിൽ എത്തും.
എവിടെയാണോ അത് എത്തി റിഡക്ഷൻ നടക്കുന്നത് ആ സ്പോട്ടിനെ നമ്മൾ കാഥോഡിക് സ്പോട്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് റീച്ച് ചെയ്യുന്നു, ഒരു സ്ഥലത്തേക്ക് റീച്ച് ചെയ്യുന്നു, അവിടെ വെച്ച് അവിടെ റിഡക്ഷനും നടക്കുന്നു. ഇനി റിഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കോ, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ H2Oയും CO2 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് കിട്ടും. ആ കാർബോണിക് ആസിഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ H+ അയോൺസ് ആണ് ഇതായി കാണിച്ചിരിക്കുന്നത്. ആ H+ അയോൺസും അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും ഈ വന്ന ഇലക്ട്രോൺസ്, ഈ കാഥോഡിക് സ്പോട്ടിലേക്ക് വന്ന ഇലക്ട്രോൺസും കൂടി ചേർന്ന് എന്തുണ്ടാവാൻ തുടങ്ങും? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ? അപ്പോൾ ആനോഡിക് സ്പോട്ടിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? എവിടെയാണോ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്പോട്ടിൽ അയൺ ആറ്റംസ് പയ്യെ ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആവാൻ തുടങ്ങും, ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. ഇലക്ട്രോൺസ് കാഥോഡിക് സ്പോട്ടിലേക്ക് റീച്ച് ചെയ്യും. അവിടെ എന്താ നടക്കുന്നത്? ആ ഇലക്ട്രോൺസും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും H+ അയോൺസും കൂടി ചേർന്ന് വാട്ടർ ഫോം ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ നടക്കുന്ന റിഡക്ഷൻ. ഓക്കെ, ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ അതാ നോക്കിക്കേ, ഇവിടെ Fe2+ ഉണ്ടായി, ഇവിടെ വാട്ടർ ഉണ്ടായി അല്ലേ? ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഓവറോൾ റിയാക്ഷൻ കിട്ടില്ലേ? ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ കിട്ടും അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഈ ഉണ്ടായ Fe2+ ആനോഡിക് സ്പോട്ടിൽ എന്തുണ്ടായിട്ടുണ്ട്? Fe2+ ഉണ്ടായിട്ടുണ്ട്. ഇത് പയ്യെ ഓക്സിജനുമായിട്ട് ചേർന്ന് Fe2O3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, ആ Fe2O3യും ഈ ഉണ്ടായ വാട്ടറും കൂടി ചേർന്ന് Fe2O3.XH2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് വിളിക്കുക. ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു അയൺ പീസിന്റെ സർഫസിലായതുകൊണ്ട് റസ്റ്റ് ഇതിന്റെ മീതെ പയ്യെ ഇങ്ങനെ Fe2O3.XH2O ഇങ്ങനെ ഇവിടെ കോട്ട് ചെയ്യാൻ തുടങ്ങും. ഇതാണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും നടക്കുന്നു. ആ രണ്ട് റിയാക്ഷൻസ് പഠിച്ചു വയ്ക്കാം. എങ്ങനെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാം? നോക്കി, ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് കൊറോഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പറഞ്ഞ റിയാക്ഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, എങ്ങനെയാണ് കൊറോഷൻ പ്രിവെന്റ് ചെയ്യുക? കാരണം ഇത്രയും അയൺ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെറ്റൽ ഒബ്ജക്ട്സ് കൊറോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രിഡ്ജസ്, ബിൽഡിങ്സ് അവിടെയൊക്കെയാണ് ഈ കൊറോഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് തടയണം. ഓക്കെ, അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബാരിയർ പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്കറിയാം, നമ്മൾ അയൺ ഒബ്ജക്ട്സ് ഒക്കെ പെയിന്റ് ചെയ്ത് വെക്കും അല്ലേ? എന്തിനാ പെയിന്റ് ചെയ്ത് വെക്കണേ? ഒബ്ജക്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വിട്ടു നിൽക്കുക. നോ കോണ്ടാക്ട് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ, അയൺ ഒബ്ജക്റ്റും അറ്റ്മോസ്ഫിയർ തമ്മിലുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ അവർക്കിടയിൽ ഒരു ബാരിയർ ഉണ്ടാക്കുക. അതാണ് പെയിന്റ് ചെയ്യുക. പെയിന്റ് അല്ലെങ്കിൽ ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് വെച്ച് കോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് ഒഴിവാകെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. അപ്പൊ അതാണ് ബാരിയർ പ്രൊട്ടക്ഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അയേണിനേക്കാളും ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, സിങ്ക്, ടിൻ പോലുള്ള മെറ്റൽസ്. ഓക്കെ, ആ അയൺ ഒബ്ജക്റ്റിനെ ആ മെറ്റൽസ് വെച്ചിട്ട്, അയണിനേക്കാളും ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് വെച്ചിട്ട് കവർ ചെയ്യുക, പൊതിയുക. ഓക്കെ, കവർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അയണിനേക്കാളും ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ആ മെറ്റലിന് എന്ത് നടക്കുകയുള്ളൂ? കൊറോഷൻ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയണിന് കൊറോഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ടൈപ്പ്. അതിനെ നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് വിളിക്കും. ഗാൽവനൈസേഷൻ സിങ്ക് ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് വിളിക്കുക കേട്ടോ. ഗാൽവനൈസേഷൻ, അയൺ ഒബ്ജക്റ്റിനെ സിങ്ക് വെച്ച് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അതിനുപയോഗിക്കുന്ന വേറൊരാളാണ് ടിൻ. ഇനി അടുത്തത് കാഥോഡിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സാക്രിഫീഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും വിളിക്കും. സാക്രിഫീഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റിയാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെറ്റൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അതിനെ കോട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം, സിങ്കും പോലുള്ള മെറ്റൽസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ കാഥോഡിക് പ്രൊട്ടക്ഷനും ഗാൽവനൈസേഷനും അല്ലെങ്കിൽ ഈ രണ്ട് മെത്തേഡും ഏകദേശം സിമിലർ ആണ്. ഇവിടെ രണ്ടിടത്തും നമ്മൾ എന്താ ചെയ്യുന്നത്? അയണിനേക്കാൾ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഒരിടത്ത് നമ്മൾ
അയൺ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നുള്ളൂ, കവർ ചെയ്യുന്നുള്ളൂ. ഒരിടത്ത് നമ്മൾ കോട്ട് ചെയ്യുവാണ്. ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, രണ്ടിടത്തും ആക്റ്റീവ് മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിവെൻഷൻ ഓഫ് കൊറോഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ടോപ്പിക്സ് ഇത്രയുമാണ് വരുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ തിയറി പാർട്ട് തീർന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്